മിന്നിത്തിളങ്ങുന്ന ബുർജ് ഖലീഫയും ആഡംബര കാറുകളും അത്യാധുനിക നഗരങ്ങളുമെല്ലാം ഗൾഫിലുണ്ടായത് ക്രൂഡ് ഓയിൽ എന്ന ഭൂമിക്കടിയിലെ നിധിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ്. പുരാതന കാലത്ത് ചത്തു മണ്ണടിഞ്ഞുപോയ ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ ഉണ്ടാവുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഗൾഫിലെ ജീവികളൊന്നും വസിക്കാത്ത ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ താഴെ ക്രൂഡ് ഓയിൽ ഉണ്ടായത്? അതുപോലെ തന്നെ ഇത്രയും ജീവികൾ വസിക്കുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ട് ഗൾഫിൽ ലഭിക്കുന്നത് പോലെ അത്രയും അധികം ക്രൂഡ് ഓയിൽ ലഭിക്കുന്നില്ല? എണ്ണ ഉൽപാദനത്തിലൂടെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ട ഗൾഫ് രാജ്യങ്ങളെയാണ് നമ്മൾ അറിയുന്നത്. എന്നാൽ 1930-കളിൽ ക്രൂഡ് ഓയിൽ കണ്ടെത്തുന്നതിന് മുൻപേയുള്ള ഗൾഫിലെ ജീവിതം ഏറെ വ്യത്യസ്തമായിരുന്നു. കടലിൽ മുങ്ങി മുത്തുവാരലായിരുന്നു അന്നത്തെ പ്രധാന വരുമാന മാർഗം. വൻതോതിലുള്ള കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അങ്ങിങ്ങായുള്ള ഈന്തപ്പന കൃഷിയും മറ്റു വ്യാപാരങ്ങളുമായിരുന്നു വരുമാനത്തിന്റെ മറ്റു മാർഗങ്ങൾ. ലോകത്തിലെ ഏറ്റവും മികച്ചതും തിളക്കമുള്ളതുമായ സ്വാഭാവിക മുത്തുകൾ ലഭിച്ചിരുന്നത് ഗൾഫിലെ കടലിടുക്കിൽ നിന്നാണ്. ലോക വിപണിയിൽ വലിയ ഡിമാൻഡായിരുന്നു ഗൾഫിലെ മുത്തുകൾക്ക്. എന്നാൽ 1930-കളിൽ ജപ്പാനിൽ കൃത്രിമ മുത്തുകൾ വന്നതോടുകൂടി ഗൾഫിലെ മുത്തുവാരൽ ബിസിനസ് വലിയൊരു പ്രതിസന്ധിയിലായി. ഈ ഒരു സാഹചര്യത്തിലാണ് കോടിക്കണക്കിന് വർഷം തങ്ങളുടെ മണ്ണിനടിയിൽ ഒളിഞ്ഞുകിടന്ന ആ നിധി പുറത്തുവരുന്നത് ക്രൂഡ് ഓയിൽ. ഇറാനിലെ മസ്ജിദ് സുലൈമാനിൽ 1908-ൽ തന്നെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ക്രൂഡ് ഓയിൽ കണ്ടെത്തിയിരുന്നു. 1932-ൽ ബഹ്റൈനിലെ ജബൽ ദുഖാനിലാണ് ഗൾഫ് മേഖലയിൽ ആദ്യമായി എണ്ണ കണ്ടെത്തുന്നത്. ഈ കണ്ടെത്തലോടെ മറ്റു ഗൾഫ് രാജ്യങ്ങളും തങ്ങളുടെ മണ്ണിനടിയിൽ ക്രൂഡ് ഓയിൽ തിരയാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ നീണ്ട തിരച്ചിനൊടുവിൽ സൗദി അറേബ്യയിലെ ദമാമിൽ 6 കുഴികൾ കുഴിച്ച് എണ്ണ കണ്ടെത്താത്ത നിരാശയിൽ ഒട്ടും പ്രതീക്ഷയില്ലാതെ കുഴിച്ച 7ാമത്തെ കിണറിൽ നിന്നും ക്രൂഡ് ഓയിൽ ചീറ്റിത്തെറിച്ചു. ലോകത്തിന്റെ തന്നെ സാമ്പത്തിക ചരിത്രം മാറ്റിമറിച്ച കിണറായിരുന്നു ഈ 7ാമതായി കുഴിച്ച ദമാമിലെ ഈ കിണർ. തുടർന്ന് 1938-ൽ തന്നെ കുവൈറ്റിലും 1939-ൽ ഖത്തറിലും പിന്നീട് UAE-യിലും ഒമാനിലുമെല്ലാം ക്രൂഡ് ഓയിൽ കണ്ടെത്തി. ലോകത്തിലെ മൊത്തം കരഭാഗത്തിന്റെ വെറും 5% മാത്രമാണ് മിഡിൽ ഈസ്റ്റ്. എന്നാൽ ലോകത്ത് ഇന്ന് കണ്ടെത്തിയിട്ടുള്ള ക്രൂഡ് ഓയിലിന്റെ ഏകദേശം പകുതിയോളവും ഈ ചെറിയൊരു പ്രദേശത്താണ് ഉള്ളത്. ലോകത്ത് ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/3 ഭാഗവും മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്. പ്രധാനപ്പെട്ട മറ്റു ക്രൂഡ് ഓയിൽ ഉൽപ്പാദകരായ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഗൾഫിനെ വ്യത്യസ്തമാക്കുന്നത് ഗൾഫിൽ ഉൽപ്പാദന ചെലവ് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഗൾഫിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ വെറും $10 മാത്രം ചെലവ് വരുമ്പോൾ അമേരിക്കയിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം $30, കാനഡയിൽ ഏകദേശം $40 ചെലവ് വരും. ഇതിന് കാരണം ഗൾഫിലെ ക്രൂഡ് ഓയിൽ ഇരിക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്താണ്. എന്നാൽ ഗൾഫിൽ മണലിൽ കുഴിച്ച് ക്രൂഡ് ഓയിൽ എടുക്കുന്നത് പോലെയല്ല കാനഡയിലെയും അമേരിക്കയിലെയും കാര്യങ്ങൾ. അമേരിക്കയിൽ ഭൂരിഭാഗം എണ്ണയും കരിങ്കല്ല് പോലെയുള്ള പാറകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഫ്രാക്കിംഗ് എന്ന സങ്കീർണമായ പ്രക്രിയയിലൂടെ ഈ പാറക്കെട്ടുകൾ പൊട്ടിച്ചാണ് ക്രൂഡ് ഓയിൽ പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉൽപാദന ചെലവ് വളരെ കൂടുതലാണ്. ഗൾഫിലേതുപോലെ ദ്രാവക രൂപത്തിലുള്ള ക്രൂഡ് ഓയിൽ അല്ല കാനഡയിലും ലഭിക്കുന്നത്. ബിറ്റുമിൻ എന്ന പേരുള്ള ടാറുണങ്ങിയതുപോലെയുള്ള കല്ലുകളിലാണ് ഇവിടെ ക്രൂഡ് ഓയിൽ ഉള്ളത്. ഇത് കളിമണ്ണും മണലും ചേർന്ന അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തെടുക്കാനും ശുദ്ധീകരിച്ച് ദ്രാവക രൂപത്തിലുള്ള ക്രൂഡ് ഓയിലിലേക്ക് മാറ്റാനും ഒരുപാട് ചെലവ് വരും. ഗൾഫിൽ എന്നാൽ ദ്രാവക രൂപത്തിലുള്ള ക്രൂഡ് ഓയിൽ പമ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. പാറകൾ ഇവിടെ ഉണ്ടെങ്കിലും ഉൽപാദന ചെലവ് കൂട്ടുന്ന തരത്തിലുള്ള കട്ടിയുള്ള പാറകൾ ഗൾഫിലില്ല. ഇനി എങ്ങനെയാണ് ലോകത്ത് മിഡിൽ ഈസ്റ്റിൽ മാത്രം ഇത്രയും അധികം ക്രൂഡ് ഓയിൽ ഉണ്ടായത്? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഗൾഫിലുള്ള അത്രയും ക്രൂഡ് ഓയിൽ ലഭിക്കാത്തത് എന്നും നോക്കാം. അതിന് നമ്മൾ എങ്ങനെയാണ് ഭൂമിക്കടിയിൽ ക്രൂഡ് ഓയിൽ രൂപപ്പെടുന്നത് എന്ന് വളരെ ലളിതമായൊന്ന് മനസ്സിലാക്കണം. സമുദ്രത്തിൽ വസിക്കുന്ന സൂക്ഷ്മജീവികളാണ് പ്ലാങ്ക്ടണുകളും ആൽഗകളും. ഈ പ്ലാങ്ക്ടണുകളും ആൽഗകളും ചത്തു കഴിയുമ്പോൾ അവ കടലിന്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടും. ഇങ്ങനെ അടിഞ്ഞുകൂടിയ അവയുടെ അവശിഷ്ടങ്ങളുടെ മുകളിലേക്ക് സമുദ്രത്തിലേക്ക് നദികളിൽ നിന്നും ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണും ചെളിയും അടിഞ്ഞുകൂടുകയും അവ ഒരു ലെയറായി ഈ അവശിഷ്ടങ്ങളുടെ മുകളിൽ ഇങ്ങനെ കിടക്കുകയും ചെയ്യുന്നു. ഈ ചെളിയുടെ ലെയർ ഈ അവശിഷ്ടങ്ങളുടെ മുകളിൽ ഉണ്ടായതുകൊണ്ട് ഇതിനടിയിലേക്ക് ഓക്സിജൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ അവശിഷ്ടങ്ങൾ ജീർണിച്ചു പോകാതെ അവിടെ തന്നെ കിടക്കും. ഈ പ്രോസസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കോടിക്കണക്കിന് വർഷങ്ങൾ ഈ പ്രോസസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നദികളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഈ എക്കൽ മണ്ണും ചെളിയും ഇങ്ങനെ അടിഞ്ഞുകൂടി അവയുടെ ഭാരം വർദ്ധിച്ച് അത് കട്ടിയുള്ള പാറകളായി മാറും. അങ്ങനെ ഈ പാറകൾക്കും സമുദ്രത്തിന്റെ അടിത്തട്ടിനും ഇടയിൽ ജീർണിച്ചു പോകാതെ കോടിക്കണക്കിന് വർഷങ്ങൾ കിടക്കുന്ന ഈ അവശിഷ്ടങ്ങൾ താഴെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന താപവും മുകളിൽ ഈ പാറയുടെ ഭാരത്തിന്റെ പ്രഷറും ഏൽക്കുമ്പോൾ ഇതൊരു പ്രഷർ കുക്കറിലിട്ട് ചൂടാക്കുന്ന
അവസ്ഥയിലാണ്. അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ പ്ലാങ്ക്ടണുകളുടെയും ആൽഗകളുടെയും അവശിഷ്ടങ്ങൾ ഇതേ അവസ്ഥയിൽ ഇങ്ങനെ കഴിയുമ്പോൾ ഇത് കെറോജൻ എന്ന ഒരു പദാർത്ഥമായി മാറും. ഭൂമിക്കടിയിൽ നിന്നുള്ള ചൂട് 60 ഡിഗ്രി സെൽഷ്യസ് മുതൽ 120 ഡിഗ്രി സെൽഷ്യസ് വരെ ആവുമ്പോൾ ഈ കെറോജൻ ക്രൂഡ് ഓയിലായി മാറുന്നു. എന്നാൽ 120 ഡിഗ്രിക്ക് മുകളിൽ ഭൂമിക്കടിയിൽ നിന്നും ചൂട് ഈ അവശിഷ്ടങ്ങളിലേക്ക് എത്തിയാൽ അവ പ്രകൃതിവാതകമായി മാറും. ഇങ്ങനെയാണ് പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലും രൂപപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ടാവും, സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ രൂപപ്പെടുന്നതെങ്കിൽ എങ്ങനെയാണ് ഗൾഫിലെ മരുഭൂമിയുടെ താഴെ ക്രൂഡ് ഓയിൽ ഉണ്ടായത് എന്നത്? അതിന് പിന്നിൽ അത്ഭുതകരമായ മറ്റൊരു ചരിത്രമുണ്ട്. ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 20 കോടി വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു സമുദ്രത്തിന്റെ ഭാഗമായിരുന്നു. ടെത്തീസ് എന്നാണ് ആ സമുദ്രത്തിന് നമ്മൾ നൽകിയ പേര്. പിന്നെ എങ്ങനെയാണ് ആ സമുദ്രം ഒരു മരുഭൂമിയായി മാറിയത്? അതിന് നമ്മൾ ഭൂമിയുടെ പുറംഭാഗത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ലിത്തോസ്ഫിയർ എന്ന നമ്മൾ കാണുന്ന ഈ ഭൂമിയുടെ പുറംഭാഗം ഒറ്റ കഷ്ണമായല്ല ഇരിക്കുന്നത്, പല കഷ്ണങ്ങളായാണ് ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ പ്ലേറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ പ്ലേറ്റുകൾ സദാസമയവും ചെറിയ തോതിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വർഷത്തിൽ 2 സെന്റിമീറ്റർ മുതൽ 5 സെന്റിമീറ്റർ വരെയാണ് ഇവ നീങ്ങുന്നത് എങ്കിലും കോടിക്കണക്കിന് വർഷങ്ങൾ ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഇങ്ങനെ പ്ലേറ്റുകൾ പല ദിശയിലും നീങ്ങിയാണ് ഇന്ന് നമ്മൾ കാണുന്ന കരഭാഗങ്ങൾ ഈ ഒരു ഷേപ്പിലായി മാറിയത്. എന്നാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ കരഭാഗം ഇങ്ങനെ ആയിരുന്നില്ല. പണ്ട് അറേബ്യൻ പ്ലേറ്റ് ആഫ്രിക്കയുടെ ഭാഗമായിരുന്നു. പിന്നീട് അറേബ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും അവിടെ നിന്നും വേർപെട്ട് വടക്കോട്ട് നീങ്ങാൻ തുടങ്ങി. ഈ സഞ്ചാരം കോടിക്കണക്കിന് വർഷം തുടർന്ന് അവസാനം ഇത് യൂറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചു. ഈ കൂട്ടിയിടിയിൽ ഈ യൂറേഷ്യൻ പ്ലേറ്റിനും ഇന്ത്യൻ പ്ലേറ്റിനും അറേബ്യൻ പ്ലേറ്റിനും ഇടയിലായിരുന്ന ടെത്തിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മുകളിലേക്ക് ഉയർന്നു വന്നു. അന്ന് ഉയർന്നു വന്ന ടെത്തിസ് സമുദ്രത്തിന്റെ അടിത്തട്ടാണ് ഇന്നത്തെ ഗൾഫ് മേഖല. അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇല്ലാതായ ടെത്തിസ് സമുദ്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇന്നത്തെ അറേബ്യൻ മരുഭൂമിയുടെ താഴെയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ടെത്തിസ് സമുദ്രത്തിന്റെ ഭാഗമായിരുന്നു ഗൾഫ് മേഖലയും അതുപോലെ തന്നെ ഇന്ത്യയുടെ വടക്കൻ ഭാഗവും. പക്ഷെ എന്തുകൊണ്ടാണ് ഗൾഫിൽ ക്രൂഡ് ഓയിൽ ലഭിക്കുകയും ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇതുപോലെ ടെത്തിസ് സമുദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ ക്രൂഡ് ഓയിലായി മാറുകയും ചെയ്യാതിരുന്നത്? അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്ലേറ്റിന്റെ സഞ്ചാരം താരതമ്യേന വളരെ വേഗത്തിലായിരുന്നതിനാൽ യൂറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചപ്പോൾ യൂറേഷ്യൻ പ്ലേറ്റിന്റെ ഭാഗം വളരെയധികം ഉയർന്നു പൊങ്ങുകയാണ് ചെയ്തത്. ഈ ഉയർന്നു പൊങ്ങിയ ഭാഗമാണ് ഹിമാലയ പർവ്വതമായി മാറിയത്. അതുകൊണ്ട് തന്നെ ഈ സൂക്ഷ്മജീവികളുടെ അവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽ കിടന്ന് ക്രൂഡ് ഓയിൽ രൂപപ്പെടാനുള്ള സാഹചര്യം ഇല്ലാതെയായി. ഹിമാലയം രൂപപ്പെട്ടപ്പോൾ ഹിമാലയത്തിനും ഇന്ത്യയുടെ പ്രധാന ഭൂഭാഗത്തിനും ഇടയിലായി ടെത്തിസ് സമുദ്രത്തിന്റെ ചെറിയൊരു അംശം ബാക്കിയുണ്ടായിരുന്നു. ഇത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയൊരു കുഴിയായി മാറി. ഈ കുഴിയിലേക്ക് പിന്നീട് ഹിമാലയത്തിൽ നിന്നും ഒഴുകി വരുന്ന യമുനയും ബ്രഹ്മപുത്രയും ഗംഗയും സിന്ധുവും ഹിമാലയത്തിലെ പാറക്കല്ലുകൾ പൊട്ടിച്ചു കൊണ്ടുവന്ന എക്കൽ മണ്ണും ചെളിയും നിക്ഷേപിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രകൃതി തന്നെ ഒരുക്കിയ ഈ കുഴിനികത്തലിലാണ് ഇന്നത്തെ ഫലഭൂഷ്ടമായ ഉത്തരേന്ത്യൻ സമതലം ഉണ്ടായത്. അതായത് ഗൾഫിൽ മരുഭൂമിയും ക്രൂഡ് ഓയിലും ലഭിച്ചപ്പോൾ നമുക്ക് ലഭിച്ചത് ഫലഭൂഷ്ടമായ മണ്ണായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഗൾഫിൽ ക്രൂഡ് ഓയിൽ ഇത്രയും അധികം ലഭിക്കുന്നത് എന്നും എന്തുകൊണ്ട് ഇന്ത്യയിൽ അതുപോലെ ക്രൂഡ് ഓയിൽ ലഭിക്കുന്നില്ല എന്നും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ.